ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന നല്ല ഒരു പഴം പൊരിയുടെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചില ടിപ്പൊക്കെ ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ പഴംപൊരി നല്ല പൊങ്ങി വരും. എണ്ണയൊന്നും കുടിക്കാതെ, എണ്ണമയം വല്ലാണ്ടുണ്ടെങ്കിൽ നമുക്ക് പഴംപൊരി കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ ആ രീതിയിലൊന്നും അല്ലാതെ നല്ല വേഗം നല്ല ടേസ്റ്റിൽ ക്രിസ്പിയാണ് അതിൻ്റെ കോട്ടിങ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയ രീതിയിലുള്ള പഴംപൊരിയാണ് നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഒരുപാട് പഴുത്ത പഴമാണെങ്കിൽ എണ്ണ വേഗം അതിൽ കുടിക്കും. അതുകൊണ്ട് നമുക്ക് അത്ര പഴുത്ത വേണ്ട, നമുക്കൊരു മീഡിയം സൈസിൽ, വല്ലാണ്ട് കറുത്തു പോകുമ്പോഴാണ് എണ്ണ കൂടുതൽ വേണ്ടത് പഴംപൊരിക്ക്. ഞാനിത് ഒരു രണ്ട് പീസായിട്ടാണ് വലിയ പഴം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഞാനിതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. വലിയ പോർഷൻ ഇവിടെ എടുത്തിട്ടുണ്ട്, അതുകൂടാതെ ചെറിയ പോർഷനായിട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. 1 കപ്പ് മൈദയ്ക്ക് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി, പഞ്ചസാര ഒരു 4 സ്പൂണ് ചേർത്തിട്ടുണ്ട്, ഉപ്പ് ചേർത്തു നന്നായിട്ട് മിക്സ് ചെയ്യണം. വെള്ളം ഒഴിക്കുന്നത് കുറേശ്ശെ വേണം കേട്ടോ. നമ്മൾ ഒരുപാട് വെള്ളം ഒന്നിച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ ബാറ്റർ വേഗം ലൂസായി പോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് റെഡിയാക്കി എടുക്കണം. ഞാൻ കൂടുതലും നിങ്ങൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐഡിയയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതുപോലെ വെള്ളം ഒഴിച്ച് ഇങ്ങനെയൊന്ന് കുഴച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ കേക്കിൻ്റെ ബീറ്ററുണ്ട്, കേക്കൊക്കെ ബീറ്റ് ചെയ്യുന്ന, മുട്ടയൊക്കെ ബീറ്റ് ചെയ്യുന്ന ബീറ്ററൊക്കെ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാമെങ്കിൽ ഹൈ സ്പീഡിൽ തന്നെ നമുക്ക് ചെയ്യാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ നല്ല പതപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പഴംപൊരിക്ക് എന്താ പറയുക, നല്ല, അതായത് ഒട്ടും കോട്ടിംഗ് ഒന്നും ഒട്ടും കട്ടയില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഈ രീതിയിൽ നമ്മൾ കുറച്ചൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ നമ്മൾ ആ കൈ കൊണ്ട് തന്നെ അടിച്ച് പതപ്പിച്ചെടുത്താൽ മതി. കുറച്ച് സമയം നന്നായിട്ട് അടിച്ച് പതപ്പിക്കുമ്പം നല്ലൊരു പദം വരും. എന്നിട്ട് നമ്മൾ പൊരിച്ചെടുക്കാമെങ്കിൽ നന്നായിരിക്കും. ഞാൻ വീട്ടിലെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നടുവേ പഴം ഒന്ന് മുറിച്ച് അതിനെ ഒരു 3 പീസാക്കി മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. അതങ്ങനെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഞാൻ വേറെ ഓർഡറിന് വേണ്ടിയിട്ട് കുറച്ച് ബൾക്കായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതും കൂടെ ചേർത്താണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുന്നത്. ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമുക്കൊരു കുറച്ച് തിക്കായിരിക്കണം, വല്ലാണ്ട് ലൂസായി പോകരുത്. അപ്പോൾ നമുക്ക് പഴം കോട്ട് ചെയ്യുന്ന സമയത്ത് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് നമുക്ക് പഴത്തെ പിടിക്കാണ്ടിരിക്കും. ഇതുപോലൊരു കൺസിസ്റ്റൻസി ആണെങ്കിൽ നമുക്ക് റെഡിയായി കിട്ടുകയും ചെയ്യും. എണ്ണ ചൂടാവാൻ വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത പഴം ബാറ്ററിൽ കോട്ട് ചെയ്ത് എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ആയിരിക്കണം. നല്ല തിളച്ച എണ്ണയായിരിക്കണം, മുങ്ങി കിടക്കണം. അപ്പോഴാണ് നല്ല രീതിയിൽ പൊങ്ങി വരിക. ഇത് ഞാൻ ചെറിയ പീസ് കട്ട് ചെയ്തതാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ 2 സൈഡും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്താണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ഞാൻ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത് വലിയ ഉരുളിയിൽ ആണ് ഫ്രൈ ചെയ്യുന്നത്. എണ്ണയിൽ മുങ്ങി കുളിച്ച് റെഡി ആകുമ്പോഴാണ് പഴംപൊരി നല്ല ക്രിസ്പി ആയിരിക്കുന്നത്. ആദ്യം ഇട്ടത് ചെറിയ പീസ് ഫ്രൈ ചെയ്യാൻ ഇട്ടത് റെഡി ആയിട്ടുണ്ട്. വീട്ടിലേക്കുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് അത് ഞാൻ എടുത്തത്. ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. ഉരുളിയിലേക്ക് ഇട്ടത് ഫ്രൈ ആയി വരുന്നുണ്ട്. അതും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇങ്ങനെ 2 സൈഡും മറിച്ചിടണേ. ഇത് കണ്ടോ, ഇതിലൊട്ടും ഓയിലി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ. അങ്ങനെ കഴിക്കുമ്പോഴാണ് നമുക്ക് മടുപ്പില്ലാണ്ടിരിക്കുക. അല്ലാതെ നമുക്ക് ഓയിൽ കുടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴംപൊരി വേഗം ഒരു മടുപ്പ് തോന്നും. ഈ രീതിയിൽ അരിപ്പൊടിയൊക്കെ ചേർത്ത്, പഞ്ചസാര കൂടി പോകരുത് കേട്ടോ. മധുരം കൂടി പോയിട്ടുണ്ടെങ്കിലും എണ്ണ ഒരുപാട് പഴംപൊരിയിൽ പിടിക്കും, അപ്പോഴും അത് ബുദ്ധിമുട്ടാകും. ഒരു കറക്റ്റ് പാകത്തിന് നിങ്ങൾ നോക്കിയിട്ട് വേണം പഴംപൊരി റെഡിയാക്കാൻ.
അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ സിമ്പിളായ റെസിപ്പി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen.